എതിർഭാഗത്തേക്കുള്ള സാറിൻ്റെ പ്രഭാഷണങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സാറിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെയും രാഷ്ട്രീയം. സ്വന്തം പാർട്ടിക്കുള്ള, അതായത് ഉള്ള ശക്തമായ ഒരു നിലപാട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ശക്തമായ ഒരു ഇത് നമ്മൾ കണ്ടു. ഒരു ഗുരുവിൻ്റെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ അത്തരം വാർത്തകൾ നമ്മൾ കേട്ടു. അതിലൊന്നും സാറിൻ്റെ തീവ്രമായ നിലപാടുകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അഭിസംബോധനയോടുള്ള ഭിന്നാഭിപ്രായം പറയാം. എന്നെ സാറിന് വിളിക്കുന്നതേ എനിക്കിഷ്ടമല്ല. എന്നെ പഠിപ്പിച്ച അധ്യാപകരെ മാത്രമേ ഞാൻ ജീവിതത്തിൽ സാറിന് വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് പോട്ടെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇതിൽ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലൊരു അഭിപ്രായം പറഞ്ഞില്ല എന്നതാണ് വിമർശനമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കുറച്ചേ ഞാൻ നവമാധ്യമങ്ങളിൽ ഇടപെടാറുള്ളൂവെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് വാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നു ആദ്യമായി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെ പറഞ്ഞ് വിമർശിച്ചിട്ടുള്ളത് ആ പോസ്റ്റാണെന്നാണ് എൻ്റെ വിചാരം. ഇത് തുടങ്ങിയ സമയത്ത് തന്നെയാണ്, ഒരുപാട് മുമ്പ്, പഴയ ചരിത്രമല്ല ഞാൻ പറയുന്നത്, സമീപ സമയത്ത് തന്നെ. ഒന്നത്. രണ്ട്, അദ്ദേഹം മുൻപും നമ്മുടെ സമൂഹത്തിൽ അപലപിക്കപ്പെടേണ്ട അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ഒരു സന്ധിയും ചെയ്തിട്ടില്ല ഞങ്ങളാരും. അദ്ദേഹം ഒരു ജാഥ നയിച്ച സമയത്ത് കേരളം മുഴുവൻ ഞങ്ങളും ജാഥ നയിച്ച് ഓരോ തെരുവിലും നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ശക്തമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ സമീപ സമയത്ത് അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. അത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമായിരുന്നു. എന്നാൽ അത് മുസ്ലിങ്ങൾക്കെതിരാണെന്നും ജില്ലക്കെതിരാണെന്നും ശക്തമായ പ്രചരണം വന്നു. അദ്ദേഹത്തിന്റെ ശൈലിയും ഭാഷയും ഒക്കെ ചിലപ്പോൾ അതിന് സഹായിച്ചിട്ടുണ്ടാവാം. ആ സമയത്ത് അദ്ദേഹം അത് തിരുത്തി. ഞാൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടോ ജില്ലക്കെതിരായിട്ടോ അല്ല, മുസ്ലിം ലീഗിനെതിരായിട്ടാണ് എന്ന് ഊന്നി പറഞ്ഞു. അതിന്റെ മറുപടി ലീഗ് പറയട്ടെ, അതാണ് എൻ്റെ അഭിപ്രായം. അത് ലീഗ് പറയട്ടെ. എന്തുകൊണ്ട് പറയട്ടെ? മുസ്ലിം ലീഗും കോൺഗ്രസും അദ്ദേഹവും കൈകോർത്തു പിടിച്ചാണ് ഒരുമിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. അന്ന് അവർക്കിടയിൽ പല ധാരണയുണ്ടായിരുന്നു. ആ ധാരണകൾ പാലിക്കപ്പെട്ടില്ല. അത് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞോളം മറുപടി. ഇതിന്റെ ഒരു പ്രശ്നം എന്താണ്? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ, നമ്മുടെ വിഷയത്തിലേക്ക് അതൊക്കെ കടന്നു വരുന്നത് നല്ലതാണ്, എന്നാൽ അത് പറഞ്ഞേക്കാം. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അപ്പോ സമുദായത്തെ വിമർശിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. RSSനെ വിമർശിച്ചാൽ അപ്പോ ഹിന്ദുവിനെ ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ ഇസ്ലാമിനെ ആക്രമിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക. അതിനെ നാം ജനാധിപത്യത്തിന്റെ പ്രാഥമിക തലത്തിൽ തന്നെ പരാജയപ്പെടുത്തേണ്ട ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 46-ൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അതികായനായിരുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, രണ്ട് ഗാന്ധിമാരാണല്ലോ, അതിർത്തി ഗാന്ധി, അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം വലിയ ആത്മസംഘർഷങ്ങളോടെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് ഞാനിപ്പോൾ വലിയ അസ്വീകാര്യനാണ്. അവരെല്ലാം എന്നെ അവർക്കെതിരായ ഒരാളാണ് എന്ന് കുറ്റപ്പെടുത്തുന്നു. ഇത്തരം ആളുകളെ ഞാൻ തീവണ്ടി യാത്രയിലും മറ്റും സ്ഥിരമായി കാണാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ നിങ്ങൾക്കെതിരല്ല, ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല. അപ്പോൾ അവരെന്നോട് പറയും, നിങ്ങൾ മുസ്ലിം ലീഗിനോടൊപ്പമല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് മറുപടിയായി പറയാറുണ്ട്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല മുസ്ലിങ്ങളോടൊപ്പം നിൽക്കാൻ. ഇത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ 946-ൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പറഞ്ഞ, കൊല്ലം എത്ര കഴിഞ്ഞു, ഇപ്പോഴും ലീഗിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ അത് സമുദായത്തിനെതിരെ എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആ പ്രസംഗം നടത്തി 20 കൊല്ലത്തിന് ശേഷം, ഏതാണ്ടൊരു 20 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ തോന്നുന്നു, അതെ 20 കൊല്ലത്തിൽ ചില്ലുവാനം കഴിഞ്ഞപ്പോൾ ഈ കേരള നിയമസഭയിൽ കോൺഗ്രസിന്റെ MLA ആയ ശ്രീ KT ജോർജ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. വേറൊരു കോൺടെസ്റ്റിലാണ്.
ആ പ്രസംഗത്തിലെ ഒരു വാചകം ഇങ്ങനെയാണ്: മുസ്ലിം എന്ന് പറയുന്നതും മുസ്ലിം ലീഗ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്, ഒന്നല്ല. കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഞാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയും കോൺഗ്രസ് നേതാവായിരുന്ന KT ജോർജിനെയും ഇവിടെ ഉദ്ധരിക്കാൻ കാരണം ഈ സാഹചര്യം ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ വിമർശനത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവില്ല എന്ന് വന്നാൽ ഉടനെ മതത്തെ ഒരു പരിചയമായി സ്വീകരിക്കുക. ജനാധിപത്യത്തിൽ അത് അംഗീകരിക്കാനേ പറ്റില്ല. രാഷ്ട്രീയ വിമർശനങ്ങൾ ഇനിയും തുടരും, വീണ്ടും കേൾക്കേണ്ടി വരും. അപ്പോ അതിനെ ഈ തരത്തിൽ ചിത്രീകരിക്കുന്നത്, വക്രീകരിക്കുന്നത് ശരിയായൊരു കാര്യമല്ല. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ചല്ല ഞാനിത് പറഞ്ഞത്, മറിച്ച് സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ സമൂഹം തള്ളിക്കളയേണ്ടതായ കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ പേരെടുത്ത് തന്നെ വിമർശിക്കാൻ, പേര് പറഞ്ഞു തന്നെ വിമർശിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഫോണിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തിട്ട് ഒരു ഇത്തിരി പുറകോട്ട് പോയാൽ മതി. നൂറുകണക്കിന് പോസ്റ്റുകളൊന്നും പോണ്ട, ഒരു 10 പോസ്റ്റിൽ താഴെ അത്രേ വരൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പോയാൽ അത് കാണുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകമല്ല, പ്രതീതിയുടെ ലോകമാണ്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ കേട്ടൊരു കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതീതിയാണിപ്പോൾ എല്ലായിടത്തും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്.